വെൽക്കം ടു ഗെയിമിംഗ് ദ ടെൻസ്. എൻ്റെ ആദ്യ വോബ്ലി ലൈഫ് അഡ്വഞ്ചറിൽ സ്വാഗതം. സമാധാനമായിട്ട് കുറച്ച് ഗെയിം കളിക്കട്ടെ, ആരും ശല്യപ്പെടുത്താനില്ല. എന്താ അമ്മേ? ഓക്കെ, ഞാൻ ജോലിക്ക് പോയിക്കോളാം. എന്നെ പിടിച്ചറിയാം. ഇതെവിടെ ഞാനിപ്പോ എത്തിയേ? മര്യാദക്ക് ജോലിക്ക് പോയാൽ മതിയായിരുന്നു. സംസാരിച്ചു നോക്കിയാലോ? ചൂടെല്ലാം കിട്ടിയാലോ? എപ്പോ പ്രസ് ചെയ്യട്ടെ? ജെല്ലി ഡെലിവറി. എനിക്ക് ജെല്ലി ഡെലിവറി ഇഷ്ടമല്ല. നമുക്ക് വേറെ കുറച്ചൊക്കെ നടന്നൊക്കെ സ്ഥലമൊക്കെ ഒന്ന് കാണും. മര്യാദക്ക് അമ്മേനെ ചവിട്ടി പുറത്താക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ജോലിക്ക് പോകണം. അതാകുമ്പോ വീട്ടിലിരുന്ന് നല്ല ഫുഡ് കഴിക്കാറുണ്ട് 3 നേരം. ഇതിപ്പം കയ്യില് പൈസ ഇല്ലാതായി, താമസിക്കാൻ സ്ഥലവും ഇല്ലാതായി, എന്തേന്ന് ഒരു പിടിയില്ല. നിസ്സാരം കൊള്ളാലോ. എന്നെ പോലെ തന്നെയുണ്ട്, മഞ്ഞ കളറ്. വാവ്, നല്ല ബൗൺസ് ഉണ്ട്. ഒരു ദിവസം കുറച്ചിരുന്ന് ബൗൺസ് നോക്കിയാലോ? ഇത് അടിപൊളിയാണല്ലോ. നല്ലോണം ജമ്പ് ചെയ്ത് പോകുന്നുണ്ടോ? നമുക്കെന്നാ നമ്മള് ഒരു ജോലി കണ്ടുപിടിച്ചാലോ? കയ്യിലൊക്കെ പൈസ ഇല്ലെന്നേ. കുറച്ചും കൂടെ ഒന്ന് ബൗൺസ് ചെയ്ത് നോക്കാം. നല്ല രസമുണ്ട് ബൗൺസ് ആവാന്. പക്ഷെ ബൗൺസ് ചെയ്ത് എനിക്ക് എന്റെ ചന്തി വേദന എടുക്കുന്നു. ഇതിന്റെ അകത്തുനിന്ന് ഇറങ്ങിയിട്ട് അച്ഛന്ന് നടന്ന് നോക്കണം. പക്ഷെ ഇതിന്റെ അകത്തുനിന്ന് ഇപ്പൊ എങ്ങനെ ഇറങ്ങുന്നൊരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. നിർത്താൻ നോക്കട്ടെ. ഞാനൊന്ന് ട്രൈ ചെയ്ത് നിർത്തി ഇറങ്ങി കുറച്ചേരം ഒന്ന് നടന്നു നോക്കാം. എന്തൊരാശ്വാസം അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയിട്ടൊന്ന് നടക്കുമ്പോഴത്തേക്ക്. കുറേ നേരമായില്ലേ അതിലിരിക്കുന്നു. എന്തൊരു സുഖമുണ്ട് ചാടുന്നത്. നമുക്കൊരു ജോലി വേണ്ടേ? ജോലി ഇല്ലെങ്കിൽ എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കും? പൈസ ഉണ്ടാക്കിയില്ലെങ്കിൽ വീട് വാങ്ങിക്കാൻ പറ്റില്ല. വീട് വാങ്ങിക്കണ്ട, എന്നാലൊരു സ്ഥലമെങ്കിലും വാങ്ങണ്ടേ? ഇവിടെ അടുത്തൊരു ബർഗർ ഷോപ്പ് ഉണ്ട്. നമുക്ക് അവിടെ ജോലി കിട്ടുമെന്ന് തിരക്കി നോക്കിയാലോ? ബർഗർ ആകുമ്പം ഇടയ്ക്ക് എനിക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പം നോക്കട്ടെ, ഞാൻ മാപ്പില് ബർഗർ ലൊക്കേഷൻ അടിച്ചിട്ട് പോയി നോക്കാം. എത്താറായും തോന്നുന്നു. നല്ല സ്ഥലമല്ലേ? നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. നല്ല രസമുണ്ട് എല്ലാം കാണാൻ. ഓക്കെ, നമ്മൾ എത്താറായി എന്നാ തോന്നുന്നത്. എല്ലാരും പ്രാർത്ഥിക്കണേ അവിടെ ജോലി നമുക്ക് തരാൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്ക് പൈസ കിട്ടൂ. എല്ലാരും എനിക്കൊരു ബെസ്റ്റ് ഓഫ് ലക്ക് താ. ഓക്കെ, താങ്ക് യു ഗൈസ്. എത്തി. നമുക്ക് അകത്ത് കയറി ചോദിക്കാവേ. ഹായ്. ഇയാളാണ്. ഹായ് സാർ, എനിക്കൊരു ജോലി തരുമോ? ജോലി തരുമോ? ബർഗർ ഉണ്ടാക്കാം. എപ്പോ പ്രസ് ചെയ്ത് നോക്കട്ടെ, സംസാരിക്കാം. ബർഗർ ഷെഫ് ആവാൻ വേണ്ടിട്ടാ. ഓക്കെ, നല്ല റൂൾസാ, കുഴപ്പമില്ലാത്ത റൂൾസാ. ചെയ്യാൻ പറ്റുന്ന ജോലിയാണെന്നാ തോന്നുന്നത്. 4 മിനിറ്റ് ഉള്ളല്ലോ, എന്താ ചെയ്യാ? മെനു നോക്കട്ടെ. ഒരു ബണ്ണ് വേണം, ഒരു ബർഗർ വേണം, വേറെ ബണ്ണ് വേണം. ഓക്കെ, അപ്പം 2 ബണ്ണും ഒരു പാറ്റിയും വേണം. എടുത്താ നോക്കട്ടെ. ഇങ്ങനെയൊക്കെ വരുന്നില്ലല്ലോ. ഇതൊക്കെ കോപ്രായം കാണിച്ചിട്ട് വേണം ഇത് എടുക്കാന്. വാ നല്ലോണം പിടിക്ക്. എന്തത് കിട്ടാത്ത? ഇതൊന്നും കയ്യില് വരുന്നില്ലല്ലോ. ഇങ്ങനെയാണെങ്കിൽ സമയം തീരുന്നെങ്കിൽ ഒരു പൈസയും കിട്ടില്ല. ബൺ കയ്യിൽ വരൂ. കയ്യിൽ വരൂ. എന്റെ ബോധം പോയി ഗൈസ്. ബൺ കയ്യിൽ വരൂ. യെസ്,
പോയി. ഇനി ഇതെങ്ങനെ ഇവിടെ വെക്കും? ഈ ബ്ലാക്ക് സാധനത്തിലാണ് വെക്കേണ്ടത്. ഇതെങ്ങനെ ഞാൻ ഇവിടെ വെക്കും? ഇപ്പം ചാടി നോക്കണോ? ഇതെങ്ങനെ ചാടാൻ? ഇതെങ്ങനെ പിടിക്കും? കഷ്ടപ്പെട്ട് പിടിച്ചതാ ഞാന്. ചാടി 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 അതിന്റെ മേളില് വെക്ക്. ട്രൈ ചെയ്ത് നോക്കട്ടെ. പറ്റുന്നില്ലല്ലോ. അത് വീണ്. നെക്സ്റ്റ് നമുക്ക് പാറ്റിയും വേണം, ഒരു ബണ്ണും കൂടി വേണം. പക്ഷെ 1 മിനിറ്റേ ബാക്കിയുള്ളൂ. നടക്കുമെന്ന് അറിയണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എടുത്ത് ഞാൻ എടുക്കാൻ നോക്കുമ്പോ ആ കണ്ടെയ്നറിലാ പിടിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാവേ. കിട്ടുമെന്ന്. എന്തോന്ന് കിട്ടിയല്ലോ. എന്താ അത്? പാറ്റിയാണെന്ന് തോന്നുന്നു. ബണ്ണ വേഗം കൊണ്ടുപോയി വെക്കട്ടെ. ഓക്കെ, ഇനി നമുക്കൊരു പാക്കിങ് എടുക്കാനുണ്ട്. താഴെ കിടപ്പുണ്ട്. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. പൈസ കിട്ടും. പിടിക്കും. ആരെയും കൊണ്ടുപോയി. ഇനി ആകെ 40 സെക്കൻഡും കൂടിയേ ബാക്കിയുള്ളൂ. പോയി ആ റെഡ് ബട്ടൺ പ്രസ് ചെയ്തേ. എന്നാലേ ബർഗർ റെഡി ആവുന്ന. 30 സെക്കൻഡും കൂടിയേ ബാക്കിയുള്ളൂ. ഓക്കെ, ബർഗർ എല്ലാം മെഷീനിൽ കൊണ്ടുപോയി. 20 സെക്കൻഡേ ബാക്കിയുള്ളൂ. ബർഗർ വരട്ടെ. പിടിക്ക്. ഞാൻ പിടിക്കാണേ. ഓക്കെ, ഇനി അത് അവിടെ കൊണ്ടുപോയി വെക്കണം. അയ്യോ, പൈസ ഒന്നും കിട്ടിയില്ല. കഷ്ടപ്പെട്ടത് മിച്ചം. ഒരു പ്രാവശ്യം കൂടെ ഇപ്പൊ ജോലി അന്വേഷിക്കട്ടെ. പുള്ളിയുടെ കാലൊന്നുകൂടെയും പിടിച്ചാല് ജോലി കിട്ടുന്നാ തോന്നുന്നത്. തന്നെ നോക്കട്ടെ. ഈ 4 മിനിറ്റിൽ സൂപ്പറായിട്ട് ഞാൻ വർക്ക് ചെയ്യും. അടിപൊളി. ഇതിൽ പക്ഷെ കുറെ സാധനങ്ങൾ എടുക്കാനുണ്ടല്ലോ. ബണ്ണ്, ചീസ്, പാറ്റി, വേറെ ബണ്ണ്. ഓ, ഇതിപ്പോ കൊറേ സാധനം എടുക്കാനായല്ലോ. നോക്കട്ടെ. പ്രാവശ്യം എനിക്ക് അറിയാം എങ്ങനെ കറക്റ്റായിട്ട് ചാടി ബണ്ണെടുക്കേണ്ടത്, എങ്ങനെയാ കൊണ്ടുവെക്കേണ്ടത്. ആകെ അറിഞ്ഞിടാത്ത കാര്യം തിരിച്ച് ബർഗർ എങ്ങനെയാ എടുക്കുന്നത് എന്നാ. പക്ഷെ ഇപ്രാവശ്യം ഞാൻ വേഗം ചെയ്യാം. അപ്പൊ എനിക്ക് ഇഷ്ടം പോലെ സമയം ബാക്കിയുണ്ടാവും. ഓക്കെ, ഫസ്റ്റ് ടാസ്ക് ഡൺ. നെക്സ്റ്റ് പാറ്റി. വിളിച്ചിട്ടുണ്ട്. എനിക്ക് താടിയാൻ മാത്രം മതി. ഓക്കെ, എല്ലാത്തിലും ചവിട്ടിയേക്കാ പോകുന്നത്. എന്റെ കാലിന്റെ ടേസ്റ്റ് ആയിരിക്കും. ബർഗർ അവിടെ വീഴാൻ പറ്റിയൊരു സമയം. വേഗം പിടിക്കും. വരുന്നില്ലല്ലോ കുന്തം. കുറെ നേരമല്ലേ ഞാൻ ട്രൈ ചെയ്യുന്നേ. ഓക്കെ, വേറെ പാറ്റി എടുക്കണോ? തന്നെ ട്രൈ ചെയ്തോണ്ടിരുന്ന സമയം വേസ്റ്റ് ചെയ്യണോ? നിങ്ങളെന്താ പറയുന്നത്? വേറെ എടുക്കണോ? അത് ഇത് പിടിച്ചാൽ മതിയോ? ഓക്കെ, കിട്ടി. എന്നെ കാണുന്നില്ലല്ലോ. വെക്ക്. ഈ തള്ളയെല്ലാം കൂടെ താഴെയല്ലേ. ഓക്കെ. ഇനി നമുക്ക് ചീസ് വേണം, ഒരു ബണ്ണും കൂടി വേണം. ടൈം ഇനിയുണ്ട് നമുക്ക്. 2.5 മിനിറ്റ്. ബണ്ണാണ് ചീസ്. ഇതെന്തൊരു കളിയാത് കാണിക്കുന്നത്? ഓക്കെ, ചാടിക്കോ. ബെൽറ്റിലോട്ട് ചാട്. വെക്ക്. ഓക്കെ, ഇനി ഒരു ബണ്ണും കൂടി റെഡി. ഇനി നമുക്ക് 2 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. 2 മിനിറ്റിൽ നമ്മൾ എന്തായാലും ബർഗർ ഉണ്ടാക്കിയിരിക്കും. ഉണ്ടാക്കിയേ ഇവിടുന്ന് പോകൂ. ബർഗർ പിടിക്കാൻ ഇനി എന്തോ ബർഗറല്ല, ബണ്ണ്. ബർഗർ നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. ഇനി കൊണ്ടൊക്കെ ടൈം ഉണ്ട്. നമ്മൾ എന്തായാലും ഒരു ബർഗറെങ്കിലും ഉണ്ടാക്കിയിരിക്കും. ചാടട്ടെ. ഓക്കെ, റെഡി. ഞാൻ റെഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് ആ സാധനങ്ങളെല്ലാം ബർഗർ മെഷീനുള്ളിലേക്ക് പോകുന്നത്. ഒക്കെ പോയി. ഇനി അത് വിടണം. വിട്ടാൽ മാത്രമേ ഡോർ ക്ലോസ് ആവൂ. എന്തൊക്കെയോ ബോംബ് സ്ഫോടനങ്ങൾ നടക്കുന്നു ബർഗർ മെഷീൻ്റെ ഉള്ളിൽ.
ബർഗർ റെഡി. ഇനി ഞാൻ അത് എടുക്കാൻ നോക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇത് എടുക്കാൻ പറ്റിയില്ല. പ്രാവശ്യം ബുദ്ധി ചാടി എടുത്ത് ഇനി കറക്റ്റായിട്ട് അവിടെ ഒരു ഗോൾഡൻ കളർ ഫയർ കണ്ടില്ലേ, അവിടെ കൊണ്ടുപോയി വെക്കണം. ഒരു ബർഗർ പോയി. അടുത്ത ഓർഡർ വന്നല്ലോ. ഒരു ബർഗർ, ചീസ് ബണ്ണ്, ചീസ് പാറ്റി, വേറെ ബണ്ണ്. നടക്കുമെന്ന് സംശയം. ആകെ 50 സെക്കൻഡേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഇത് നടക്കും. വെറുതെ ഇരുന്നാലോ, പണി നടക്കാതെ ചടി കളിച്ചാലോ. അതെന്ത് സാധനം, വെറുതെ വിട്ട് നോക്കിയാലോ, അഥവാ എന്തെങ്കിലും കിട്ടിയാലോ. അപ്പുറത്ത് പോയി ചാടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എനിക്ക്. ഞാൻ 20 സെക്കൻഡും കൂടെ ഉള്ളു. ഈ 20 സെക്കൻഡിനുള്ളിൽ വേറൊരു ഓർഡറും വന്നല്ലോ. ഇതെല്ലാം ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യും. അതൊന്നും നടക്കത്തില്ല. നമുക്ക് ഇവിടെ വെറുതെ റെസ്റ്റ് എടുക്കാം കുറച്ച്. ഒരു പാട്ടും പാടാം. കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ. പൈസ കിട്ടിയല്ലോ. ഉണ്ടാക്കിയ ബർഗറിന്റെ പൈസ ആയിരിക്കും. ഈ പൈസ ഇപ്പൊ എങ്ങനെ എന്റെ പോക്കറ്റിലാക്കുന്നേ? നോക്കട്ടെ, എടുക്കട്ടെ. അടുത്തൊരു ATM ഉണ്ടെന്ന് തോന്നുന്നു, അവിടെ കൊണ്ടുപോയി ഇടാം. പൈസ സൂക്ഷിച്ചു വെക്കാവേ, എന്നാലേ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പം സാധനം വാങ്ങിക്കാൻ പറ്റൂ. അടുത്താ ATM, അതുകൊണ്ട് നടന്നു പോവാം. കുറച്ച് ദൂരെയാണെങ്കിൽ നമുക്ക് വല്ല സ്കൂട്ടറോ കാറോ എടുക്കാമായിരുന്നു. ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു ATM. പോയി നോക്കാം. ഏതൊരു ATM പോയിട്ടില്ല. വീട്ടിലാകുമ്പം കബോർഡ് തുറന്നാൽ പൈസ കിട്ടുമല്ലോ. ഇതാകുമ്പം എല്ലാം സ്വന്തമായിട്ട് ചെയ്യേണ്ടപ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ആ പെണ്ണോടൊന്ന് ചോദിച്ചു നോക്കിയാലോ. സോറി, ആ അങ്കിളിനോടൊന്ന് ചോദിച്ചു നോക്കിയാലോ. അങ്കിൾ അത് ഷാപ്പാ. നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിലാണ് അങ്കിളിൻ്റെ അടുത്ത് വരേണ്ടത്. അപ്പം എനിക്ക് സാധനമൊന്നും വേണ്ട. എൻ്റെ പൈസ എനിക്ക് വേസ്റ്റ് ചെയ്യാൻ വയ്യ. ഇതെവിടെയെങ്കിലും കൊണ്ടുപോയി എനിക്ക് സൂക്ഷിച്ച് വെക്കണം. നോക്കട്ടെ എവിടെ ATM ഉണ്ടോ, അത് അവർ നമ്മളെ പറ്റിക്കുകയാണോ. അവിടെ ഒരു പച്ച കളർ ലൈറ്റ് കണ്ടില്ലേ, അവിടെയാണെന്ന് തോന്നുന്നു ATM. അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി പൈസ. അപ്പം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും പൈസ. ഇനി ഓടിപ്പോയി മറ്റേ നമ്മുടെ വേറൊരു സഞ്ചികൾ നമുക്കുണ്ട്. നമുക്ക് 2 സഞ്ചി കിട്ടി ബർഗർ ഉണ്ടാക്കിയതിന്. അപ്പം മറ്റേ സഞ്ചി എടുത്തിട്ട് വരാം. ആ സഞ്ചി നമുക്ക് ഇതിൽ കൊണ്ടുപോയി കൊടുക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? എൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു ജോലി ചെയ്തതിൻ്റെ. കുഴപ്പമില്ലാതെ ചെയ്തല്ലേ. കുറച്ച് പൈസയൊക്കെ കിട്ടി. ആദ്യം കുറച്ച് മണ്ടത്തരൊക്കെ ചെയ്തെങ്കിലും പൈസയൊക്കെ കുറച്ച് കിട്ടി. ഈ പൈസ വെച്ചൊരു വീടൊന്നും വാങ്ങിക്കാൻ പറ്റില്ല എന്നറിയാം. പക്ഷെ ഇനി നാളെ വരുമ്പോൾ വേറെ ജോലി ചെയ്ത് ഇനിയും കുറേ കാശ് ഉണ്ടാക്കണം. ഓക്കെ, ഇതും കൂടി കൊണ്ടുവെക്കട്ടെ. കള്ളന്മാർ വല്ലതും വന്ന് എടുക്കുന്നതിന് മുന്നേ. രാത്രിയായി തോന്നുന്നല്ലേ. നല്ല രാത്രിയായല്ലോ ഇവിടെ. ഓക്കെ, നമ്മളെത്തിയേ. ആരവിടെ നിൽക്കുന്ന കള്ളനാണോ? പൈസയും വെച്ച്. ഓക്കെ, ഇന്ന് ഉണ്ടാക്കിയ പൈസ എല്ലാം നമ്മൾ നമ്മുടെ ATM ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉറങ്ങിയാലോ ഗൈസ്. സ്കൂട്ടർ കയറി നോക്കാം. ഓക്കെ, നല്ല രസമുണ്ടല്ലേ സ്കൂട്ടർ. അപ്പൊ അടുത്ത ദിവസം കാണാം ഗൈസ്. അടുത്ത ദിവസം പുതിയൊരു വർക്കുമായിട്ട് നമുക്ക് കാണാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.